ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പലരും പല മിസ്റ്റേക്സും വരുത്താറുണ്ട്. പക്ഷേ ചില മിസ്റ്റേക്സൊക്കെ നമ്മൾ അറിയാതെ വരുത്തുന്നതാകും. ചില വാക്കുകൾ, അതിൻ്റെ മീനിങ്, അത് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ അറിയാത്തത് കൊണ്ടാവാം അത്തരം മിസ്റ്റേക്സ് വരുന്നത്. അങ്ങനെ കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്സ് ഉണ്ട്. അത്തരം ചില സെൻറ്റൻസുകളാണ് നമ്മുടെ ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ആ ഒരു സെൻറ്റൻസ് പറയാം. അതിലെ മിസ്റ്റേക്സ് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. ഒരു സെൻറ്റൻസ്, ഐ ഹാവ് ഗോൺ ടു പാരീസ് ട്വൈസ്. ഞാൻ പാരീസിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഐ ഹാവ് ഗോൺ ടു പാരീസ് ട്വൈസ്. ഇത് ഒരു റോങ് ആയുള്ള സെൻറ്റൻസാണ്. ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലായോ? ഗോൺ എന്ന് ഉപയോഗിച്ചിരിക്കുന്നതാണ് മിസ്റ്റേക്ക്. ഗോൺ എന്നുപയോഗിക്കുന്നതും ബീൻ എന്നുപയോഗിക്കുന്നതും ഈ 2 വാക്കുകളുടെ ഉപയോഗം കറക്റ്റായി മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇത്തരം മിസ്റ്റേക്സ് വരുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉപയോഗം? യു ഹാവ് ബീൻ ടു എ പ്ലേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അവിടെ ബീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യു ഹാവ് ബീൻ ടു എ പ്ലേസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങളൊരു സ്ഥലത്ത് പോയി അവിടെ സ്റ്റേ ചെയ്തു, പിന്നെ തിരിച്ചു പോന്നു. യു വെൻറ്റ് ടു ദാറ്റ് പ്ലേസ്, യു സ്റ്റേഡ് ഇൻ ദാറ്റ് പ്ലേസ് ആൻഡ് യു കെയിം ബാക്ക്. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ യു ഹാവ് ബീൻ ടു എ പ്ലേസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അതിൻ്റെ ഒരു ഉപയോഗം. ഇനി യു ഹാവ് ഗോൺ ടു എ പ്ലേസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങളൊരു സ്ഥലത്ത് പോയിരിക്കുകയാണ്, നിങ്ങൾ തിരിച്ചു വന്നിട്ടില്ല, ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും. യു ഹാവ് ഗോൺ ടു എ പ്ലേസ്. യു ഹാവ് ഗോൺ സംവെയർ എന്ന് പറഞ്ഞാൽ യു വെൻറ്റ് ടു ദാറ്റ് പ്ലേസ്. യു വെൻറ്റ് ടു ദാറ്റ് പ്ലേസ് ആൻഡ് യു ആർ സ്റ്റിൽ ഇൻ ദാറ്റ് പ്ലേസ്. ഇപ്പോഴും അവിടെയാണ്, തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടില്ല. തിരിച്ചു വന്നാലല്ലേ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടില്ല, നിങ്ങൾ അവിടെ തന്നെയാണ് എങ്കിൽ യു ഹാവ് ഗോൺ ടു ദാറ്റ് പ്ലേസ് എന്നാണ് പറയേണ്ടത്. ഐ ഹവ് ബീൻ ടു ദാറ്റ് മ്യൂസിയം 3 times. ഞാൻ ആ മ്യൂസിയത്തിൽ 3 പ്രാവശ്യം പോയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. നോക്കൂ, ബീനാണ് ഉപയോഗിച്ചത്. 3 പ്രാവശ്യം പോയിട്ടുണ്ട്. 1 പ്രാവശ്യം പോയി മ്യൂസിയം ഒക്കെ കണ്ടു, തിരിച്ചു വന്നു. പിന്നീട് 1 പ്രാവശ്യം കൂടി പോയി, അപ്പോൾ അവിടെ മ്യൂസിയം ഒക്കെ കണ്ടു, തിരിച്ചു വന്നു. പിന്നീട് 1 പ്രാവശ്യം കൂടി പോയി. 3 times പോയിട്ടുണ്ട്. അതുപോലെ 3 times പോവുകയും തിരിച്ചു വരികയും ചെയ്തു. അപ്പോഴാണ് യു ഹാവ് ബീൻ ടു ദാറ്റ് മ്യൂസിയം 3 times എന്ന് പറയാൻ പറ്റുന്നത്. യു വെൻറ്റ്, യു സോ ദ മ്യൂസിയം ആൻഡ് കെയിം ബാക്ക്. ഷീ ഹാസ് ഗോൺ ടു ദ സൂപ്പർ മാർക്കറ്റ്. ഷീ വിൽ ബി ബാക്ക് സൂൺ. ഷീ ഹാസ് ഗോൺ ടു ദ സൂപ്പർ മാർക്കറ്റ്. അവൾ സൂപ്പർ മാർക്കറ്റിൽ പോയിരിക്കുകയാണ്. ഷീ വിൽ ബി ബാക്ക് സൂൺ. ആ ഒരു സെൻറ്റൻസിൽ നിന്ന് അവൾ തിരിച്ചു വരും ഉടനെ തന്നെ എന്നാണ്. അപ്പോൾ അതിനർത്ഥം ഇപ്പോഴും വന്നിട്ടില്ല എന്നല്ലേ. അതുകൊണ്ട് ഷീ ഹാസ് ഗോൺ ടു ദാറ്റ് സൂപ്പർ മാർക്കറ്റ് എന്നാണ് പറയേണ്ടത്. ഷീ ഹാസ് ഗോൺ ടു ദ സൂപ്പർ മാർക്കറ്റ്. ഷീ വിൽ ബി ബാക്ക് സൂൺ. അവിടെ ഗോൺ ആണ് ഉപയോഗിച്ചത്, കാരണം തിരിച്ചു വന്നിട്ടില്ല. ഐ ഹാവ് നെവർ ബീൻ ടു ചൈന. ഞാൻ ഇതുവരെ ചൈനയിൽ പോയിട്ടില്ല. ഐ ഹാവ് നെവർ ബീൻ ടു ചൈന. നോക്കൂ, ബീനാണ് ഉപയോഗിച്ചത്. ഇവിടെ നമ്മൾ ഒരു ട്രിപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഫുൾ ട്രിപ്പ്, പോവുക തിരിച്ചു വരിക. അത് അങ്ങനെ പോയിട്ടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഐ ഹാവ് നെവർ ബീൻ ടു ചൈന. അപ്പോൾ ബീൻ ആൻഡ് ഗോൺ ഈ 2 വാക്കുകളുടെ ഉപയോഗം മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ ആ സെൻറ്റൻസിലെ മിസ്റ്റേക്ക് എന്താണ് എന്ന് മനസ്സിലായല്ലോ. ഐ ഹാവ് ഗോൺ ടു പാരീസ് ട്വൈസ്. ഞാൻ പാരീസിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ ഗോൺ അല്ല ഉപയോഗിക്കേണ്ടത്, ഐ ഹാവ് ബീൻ ടു പാരീസ് എന്നാണ്. അപ്പോൾ സെൻറ്റൻസ് കറക്റ്റായി. ഇനി അടുത്ത ഒരു സെൻറ്റൻസ് നോക്കാം. ഐ വാണ്ട് ടു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ഇവിടെ ഈ ഒരു സെൻറ്റൻസ് റോങ് സെൻറ്റൻസാണ്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് എന്താ? ഐ വാണ്ട് ടു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ഇത് റോങ് ആയിട്ടൊരു സെൻറ്റൻസാണ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് വരാൻ കാരണം ക്യാൻ എന്ന വാക്കാണ്. ക്യാൻ ആൻഡ് ബി ഏബിൾ ടു ഈ 2 വാക്കുകളും ഉപയോഗിക്കുമ്പോൾ എന്താണ് ഡിഫറൻസ് എന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് അത്തരം സെൻറ്റൻസുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് തെറ്റായിട്ട്. അപ്പോൾ എന്താണ് ശരിയായ സെൻറ്റൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ക്യാൻ എവിടെയാണ് ഉപയോഗിക്കുന്നത്?
ബി ഏബിൾ ടു എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം. ഇത് രണ്ടിൻ്റെയും ക്യാൻ ആൻഡ് ബി ഏബിൾ ടു ഇത് രണ്ടിൻ്റെയും മീനിങ് ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ അത് ഉപയോഗിക്കുന്നത് ഡിഫറൻറ്റ് വേയ്സിൽ ആണ്, വ്യത്യസ്ത രീതികളിലാണ് അത് ഉപയോഗിക്കുന്നത്. ബി ഏബിൾ ടു എന്നത് ക്യാൻ എന്നതിനേക്കാളും കുറച്ചൊരു ഫോർമൽ സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ക്യാൻ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് ടെൻസിൽ മാത്രമാണ്. ക്യാൻ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ സ്വിം വെൽ, എനിക്ക് നന്നായി നീന്താൻ കഴിയും, അവിടെ ക്യാൻ ആണ് ഉപയോഗിച്ചത്, അതൊരു പ്രസൻറ്റ് ടെൻസാണ്. ഇത് നമുക്ക് പാസ്റ്റ് ടെൻസ് വേണമെങ്കിൽ അവിടെ ക്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഐ കുഡ് സ്വിം വെൽ, എനിക്ക് നന്നായി നീന്താൻ കഴിഞ്ഞു എന്നായി. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആയപ്പോൾ ക്യാൻ ഉപയോഗിക്കാൻ പറ്റിയില്ല, കുഡ് ഉപയോഗിച്ചു. കുഡ് പിന്നെ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ്, നമുക്ക് ഇമാജിൻ ചെയ്യുന്ന സങ്കല്പിക്കുന്ന സിറ്റുവേഷൻസ് ഇല്ലേ, അവിടെയും നമുക്ക് കുഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ക്യാൻ പ്രസൻറ്റ് ടെൻസിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ബി ഏബിൾ ടു എന്നത് നമുക്ക് ഏത് ടെൻസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ബി എന്നതിനെ ഒന്ന് മാറ്റുകയേ വേണ്ടൂ. ആം, ഈസ്, ആർ, വാസ്, വേർ ഇങ്ങനെയൊക്കെ ആ ബി ഫോം ഒന്ന് മാറ്റി നമുക്ക് ഏത് ടെൻസിൽ വേണമെങ്കിലും നമുക്ക് ബി ഏബിൾ ടു ഉപയോഗിക്കാം. ക്യാൻ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ക്യാനിന് മുമ്പിൽ ടു ചേർത്ത് നമുക്ക് ഇൻഫിനിറ്റീവ് ഫോമിൽ ഉപയോഗിക്കാനും പറ്റില്ല. ഐ ഡോണ്ട് ക്യാൻ എന്നൊന്നും പറയില്ല, ഐ വിൽ ക്യാൻ എന്ന് പറയില്ല, ഇങ്ങനെ ഒന്നും പറ്റില്ല. ക്യാൻ എന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റൂ. ഇപ്പോൾ ഷീ ക്യാൻ സ്വിം എന്ന് പറയുമ്പോൾ അവൾക്ക് നീന്താൻ കഴിയും എന്നല്ലേ, അത് നമുക്ക് ആ ഒരു ടെൻസിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റൂ, പ്രസൻറ്റ് ടെൻസിൽ മാത്രം. പക്ഷേ ഒരു ബി ഏബിൾ ടു ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഷീ ഈസ് ഏബിൾ ടു സ്വിം, അവൾക്ക് നീന്താൻ കഴിയും. ഷീ വാസ് ഏബിൾ ടു സ്വിം എന്ന് പറയുമ്പോൾ അവൾക്ക് നീന്താൻ കഴിഞ്ഞു എന്നാണ്. ഷീ വാസ് ഏബിൾ ടു ഉപയോഗിച്ചു, പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു. ഷീ വിൽ ബി ഏബിൾ ടു സ്വിം എന്ന് പറഞ്ഞാൽ അവൾക്ക് നീന്താൻ ഇനി ഫ്യൂച്ചറിൽ അവൾക്ക് കഴിയും എന്നതാണ്. പല ടെൻസിൽ ബി ഏബിൾ ടു ഉപയോഗിക്കാം, പക്ഷേ ക്യാൻ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് എന്താ? ആദ്യം പറഞ്ഞ ഒരു സെൻറ്റൻസ്, മിസ്റ്റേക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു സെൻറ്റൻസ് പറഞ്ഞില്ലേ, അതെന്താ? ഐ വാണ്ട് ടു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി എന്നാണ്. ഐ വാണ്ട് ടു ക്യാൻ എന്നുപയോഗിച്ച് ടു ക്യാൻ ഇൻഫിനിറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല, ടു ഉപയോഗിക്കാൻ പാടില്ല ക്യാൻ എന്ന വാക്കിന് മുന്നിൽ. പക്ഷേ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അവിടെ ബി ഏബിൾ ടു ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, ആ സെയിം മീനിങ് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? ഐ വാണ്ട് ടു ബി ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ടു ബി ഏബിൾ ടു, അവിടെ നമുക്ക് ടു ഒക്കെ ഉപയോഗിച്ചിട്ട് ബി ഏബിൾ ടു പറയാം. അപ്പോൾ ഐ വാണ്ട് ടു ബി ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി, എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന മീനിങ് കിട്ടി. അപ്പോൾ ക്യാൻ ഉപയോഗിക്കുന്നതാണ് അവിടെ മിസ്റ്റേക്ക്. ഇനി അടുത്ത സെൻറ്റൻസ്, ഐ എക്സ്പെക്റ്റ് യു ഫീൽ ബെറ്റർ സൂൺ. നിങ്ങൾക്ക് നന്നായി ബെറ്റർ ആകാൻ, അതായത് കുറച്ചുകൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ ഐ എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ്. ഈ സെൻറ്റൻസ് മിസ്റ്റേക്കാണ്. ഇതിന് കാരണം എക്സ്പെക്റ്റ് എന്ന വാക്ക് തന്നെയാണ്. എക്സ്പെക്റ്റ് എന്ന വാക്കല്ല അവിടെ ഉപയോഗിക്കേണ്ടത്, ഹോപ്പ് എന്ന വാക്കാണ്. ഹോപ്പ് എന്ന വാക്കിൻ്റെ മീനിങ് എന്താണ്, എക്സ്പെക്റ്റ് എന്ന വാക്കിൻ്റെ മീനിങ് എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തെറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്താണ് എക്സ്പെക്റ്റ് എന്ന് പറയുന്നത്, എന്താണ് ഹോപ്പ് എന്ന് പറയുന്നത്? ഹോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു വിഷ്, ഒരു ആഗ്രഹിക്കുക, ആശിക്കുക എന്നൊക്കെ പറയില്ല, അവിടെയാണ് ഹോപ്പ് ഉപയോഗിക്കേണ്ടത്. അത് എന്താണ്? വാട്ട് യു വാണ്ട് ടു ഹാപ്പൻ എന്നാണ്. നമ്മൾ ആഗ്രഹിക്കുകയാണ് അങ്ങനെ സംഭവിക്കണമെന്ന്, അതാണ് ആശിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയാണ് സംഭവിക്കേണ്ടത് എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്, അതാണ് അവിടെ ഹോപ്പ് ആണ് ഉപയോഗിക്കേണ്ടത്. ഐ ഹോപ്പ് ഇറ്റ് ഡസൻറ്റ് റെയിൻ ടുമാറോ. ഐ ഹോപ്പ് ഇറ്റ് ഡസൻറ്റ് റെയിൻ ടുമാറോ, നാളെ മഴ പെയ്യാതിരിക്കണം എന്ന് ഞാൻ ആശിക്കുകയാണ്. അത് ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട് ടു ഹാപ്പൻ. എനിക്ക് എൻ്റെ ആഗ്രഹം അതാണ്, മഴ പെയ്യരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. അവിടെ ഹോപ്പ് ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ എക്സ്പെക്റ്റ് എന്നുപയോഗിക്കുന്നത് ഒരു ആൻറ്റിസിപ്പേഷനാണ്, പ്രതീക്ഷ ആണ്. അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വാട്ട് വി ആൻറ്റിസിപ്പേറ്റ് ടു ഹാപ്പൻ, നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതാണ് ഉണ്ടാവുക എന്ന്, അല്ലാതെ ആശിക്കുകയല്ല, ആഗ്രഹിക്കുകയല്ല. പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, എക്സ്പെക്റ്റ് ഉപയോഗിക്കുമ്പോൾ എക്സ്പെക്റ്റ് ടു വേർബാണ് ഉപയോഗിക്കുന്നത്. എക്സ്പെക്റ്റ് ടു കഴിഞ്ഞിട്ട് വേർബ്. എക്സ്പെക്റ്റ് ടു ഡു, എക്സ്പെക്റ്റ് ടു കം, എക്സ്പെക്റ്റ് ടു അറൈവ് അങ്ങനെ. അതല്ലെങ്കിൽ എക്സ്പെക്റ്റ് കഴിഞ്ഞിട്ട് നൗൺ ഉപയോഗിക്കണം.
ഒരു എക്സാമ്പിൾ നോക്കൂ. ഐ എക്സ്പെക്റ്റ് ടു ട്രാവൽ നെക്സ്റ്റ് മന്ത്. എക്സ്പെക്റ്റ് ടു ട്രാവൽ നെക്സ്റ്റ് മന്ത് അടുത്ത മാസം ട്രാവൽ ചെയ്യാൻ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു, അത് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. ദ കമ്പനി എക്സ്പെക്ട്സ് ടു ഇൻക്രീസ് ഇറ്റ്സ് പ്രോഫിറ്റ്. കമ്പനി അതിൻ്റെ പ്രോഫിറ്റ്, ലാഭം കൂട്ടുന്നതിന് വേണ്ടി, വർദ്ധിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് ദ കമ്പനി എക്സ്പെക്ട്സ് ടു ഇൻക്രീസ് ഇറ്റ്സ് പ്രോഫിറ്റ്. വി എക്സ്പെക്ട് ദ പാക്കേജ് ടു അറൈവ് ടുഡേ. വി എക്സ്പെക്ട് ദ പാക്കേജ്, നോക്കൂ, എക്സ്പെക്റ്റ് കഴിഞ്ഞിട്ട് ദ പാക്കേജ് എന്ന നൗൺ ആണ് ഉപയോഗിച്ചത്. വി എക്സ്പെക്ട് ദ പാക്കേജ് ടു അറൈവ് ടുഡേ. ഇന്ന് ആ പാക്കേജ് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ്. ഇന്നലെ ആ പാക്കേജ് വന്നില്ല, അപ്പോൾ ഇന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് ഐ ഹോപ്പ് യു എൻജോയ് യുവർ ഹോളിഡേ. നോക്കൂ, ഐ ഹോപ്പ്, അവിടെ ഹോപ്പാണ് ഉപയോഗിച്ചത്, അവിടെ ഒരു ആഗ്രഹിക്കുകയാണ്. ഐ ഹോപ്പ് യു എൻജോയ് യുവർ ഹോളിഡേ. നീ നിൻ്റെ ഒരു ഹോളിഡേ എൻജോയ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഒരു വിഷ് ആണ്. ഐ ഹോപ്പ് യു എൻജോയ് യുവർ ഹോളിഡേ ബട്ട് ഐ എക്സ്പെക്ട് a present from you when you return. I hope you enjoy your holiday but I expect a present when you return. ഐ ഹോപ്പ് ആണ് ആദ്യം ഉപയോഗിച്ചത്. നിങ്ങളുടെ ഹോളിഡേ എൻജോയ് ചെയ്യുമെന്ന് ഞാൻ ആശിക്കുന്നു. അതൊരു വിഷാണ്. അത് കഴിഞ്ഞ് പറയുന്നത് എന്താ? ബട്ട് ഐ എക്സ്പെക്റ്റ് എ പ്രസൻറ്റ് വെൻ യു റിട്ടേൺ. നിങ്ങൾ മടങ്ങി വരുമ്പോൾ ഒരു ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോക്കൂ, ആ ഒരു സെൻറ്റൻസിൽ ഹോപ്പ് ഉപയോഗിച്ചിരിക്കുന്നതും എക്സ്പെക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നതും മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് ഡിഫറൻസ് മനസ്സിലായില്ലേ? എക്സ്പെക്റ്റ് എന്ന് പറയുന്നത് വാട്ട് യു തിങ്ക് ടു ഹാപ്പൻ. ഹോപ്പ് എന്ന് പറയുന്നത് വാട്ട് യു വാണ്ട് ടു ഹാപ്പൻ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഐ ഹോപ്പ് യു ഫീൽ ബെറ്റർ സൂൺ. അവിടെ ഐ ഹോപ്പ് ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഐ എക്സ്പെക്റ്റ് ഉപയോഗിച്ചാൽ എങ്ങനെയാണ്? ഒരാൾ സുഖം പ്രാപിക്കട്ടെ, പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആശിക്കുന്നു എന്നല്ലേ വേണ്ടത്? അവിടെ ഐ ഹോപ്പ് യു ഫീൽ ബെറ്റർ സൂൺ എന്നാണ് വേണ്ടത്. അപ്പോൾ ഇന്ന് കുറച്ച് സെൻറ്റൻസുകൾ നമ്മൾ നോക്കി, കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്സ്. അപ്പോൾ ഈ മിസ്റ്റേക്സ് ഒന്നും ഇനി നിങ്ങൾ സംസാരിക്കുമ്പോൾ വരുത്താതിരിക്കുക.